ടെമ്പറേച്ചർ 103. 103യോ? സിസ്റ്റർ, ശാന്ത ചേച്ചിക്ക് എന്താ ഈ ടെമ്പറേച്ചർ കുറയാത്തത്? ഞാൻ ഡോക്ടറോട് പറയാം. അപ്പോൾ ഇതുവരെ പറഞ്ഞില്ലേ? നിങ്ങളൊക്കെ എന്താ സിസ്റ്റർ മരുന്ന് കൊടുക്കുന്നത്? എന്റെ സൂക്കേട് കുറയാത്തതിന് അവരെന്ത് ചെയ്യാൻ? പിന്നെ നമ്മൾ എന്തിനാ ഈ ആശുപത്രിയിലേക്ക് വരുന്നത്? ഡോക്ടർ അങ്കിളിനോട് ചോദിക്കാം. 103, 103, 103. അങ്കിൾ, ഇത് വളരെ ഭയങ്കരം. സഹിക്കാനൊക്കെയല്ല. എന്താ ശോഭ? ടെമ്പറേച്ചർ 103, 103, 103. ശാന്ത ചേച്ചിക്ക് കുറവേ ഇല്ലല്ലോ. സുഖക്കേട് മാറുമ്പോ ടെമ്പറേച്ചറും കുറയും. അങ്കിൾ വളരെ മോശം. ഞാനാണെങ്കിൽ ഒറ്റ ഇഞ്ചക്ഷൻ കൊണ്ട് ടെമ്പറേച്ചർ 50 ഡിഗ്രി ആക്കിയേനെ. പിന്നെ രോഗിയെ ചികിത്സിക്കേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ. ഓ, ഐ എം സോറി. 50 ഡിഗ്രിക്ക് വന്നാൽ ആള് ക്ലോസ് ആണല്ലോ. അങ്കിൾ, ശാന്ത ചേച്ചിക്ക് എന്താ അസുഖം കുറയാത്തത്? ചില രോഗം പെട്ടെന്ന് മാറും, ചിലത് സമയമെടുക്കും. ഈ ദൈവം നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നല്ലയാളല്ല. അതെന്താ ശോഭേ? മനുഷ്യനെ സൃഷ്ടിച്ചു, അവനെ നശിപ്പിക്കാനുള്ള രോഗവും സൃഷ്ടിച്ചു വിട്ടു. ഇത് ശരിയാണോ? ഓ, ശരിയല്ല, ശരിയല്ല. യു ആർ വെരി കറക്റ്റ് അങ്കിൾ. അപ്പൊ അങ്കിൾ, എനിക്കൊപ്പ വീട്ടിൽ പോവാം. നിന്നെ അവിടെ അയച്ചാൽ ഈ ആശുപത്രി ഉറങ്ങിപ്പോയില്ലേ? വെരി ഗുഡ്. അപ്പൊ പോവണ്ട, ഡാഡി വരുമ്പോ ഞാൻ പറയാം. ഓക്കെ? ഓക്കെ. വേഗം കഴിച്ചോ, ഡോക്ടർ ഇപ്പൊ റൗണ്ടിന് വരും. ഡോക്ടർ അങ്കിൾ, എന്താ അത് പറയാൻ? ഡോക്ടർ അങ്കിൾ, ഡോക്ടറെ വിളിക്കല്ലേ? വായിലെന്താ? ദോശയും ഇറച്ചിയും. ഓഹോ, നിങ്ങൾക്ക് എന്താ സൂക്കേട്? വയറ്റിലെ അൾസറ. നിങ്ങൾക്കോ? കുടലില്ല. ഇനി പേടിക്കാനില്ല. ഇങ്ങനെ ദിവസവും ദോശയും ഇറച്ചിയും കഴിച്ചാലേ 5 ദിവസത്തിനുള്ളിൽ 2 പേരും ഇതെന്താ? ശരി, ഡോക്ടറോട് പറഞ്ഞേക്കല്ലേ? സാർ, ആരും ഇല്ലേ ഇവിടെ? ആരാ അത്? ദാമോദരക്കുറുപ്പ് സാറാണോ? അതെ. സുഖമില്ലേ? 4-5 ദിവസമായി ഒരു കുളിരും പനിയും, അനങ്ങാൻ വയ്യ. അയ്യോ, നല്ല പനിയുണ്ടല്ലോ. നീ ഏതാ കുഞ്ഞെ? എന്റെ പേര് ശോഭ. മരുന്നെല്ലാം കുടിച്ചോ? ഇല്ല. എന്റെ മകളെ കാണാൻ വന്നതാണോ? അവൾ ഇവിടില്ല. ധാരിഷ്ടം കുടിച്ചാട്ടെ. നീ എവിടെന്നാ വരുന്നത്? പിന്നെ ആഹാരം വല്ലതും കഴിച്ചോ? ഇല്ല. നീ എന്റെ മോളെ കൂട്ടുകാരിയാണ്. ഞാനിപ്പോ കാപ്പി ഇട്ടോണ്ട് വരാം. എഴുന്നേറ്റെ, ചായ കുടിക്കാം. ഒരു പരിചയമില്ലാത്ത നീ ഇങ്ങനെ. മനുഷ്യനെ സഹായിക്കാൻ പരിചയമൊന്നും വേണ്ട. ചായ കുടിക്കൂ. മതി.
ഈ ഗുളിക കഴിച്ചാൽ പെട്ടെന്ന് അസുഖം മാറുമെന്നും ഡോക്ടർ പറഞ്ഞു. നീ എനിക്ക് വേണ്ടി എന്തെല്ലാം ബുദ്ധിമുട്ടും. ഞാനിപ്പോ നല്ല ചൂട് കഞ്ഞി കൊണ്ടുവരാം. ഒരു പരിചയവുമില്ലാത്ത നീ എന്നോട് കാണിച്ച സ്നേഹത്തിനും സഹായത്തിനും എന്ത് പ്രത്യുപകാരമാണ് ഞാൻ ചെയ്യുന്നത്? ഞാൻ ചോദിക്കുന്ന സഹായം ചെയ്യാമോ സാർ? എന്റെ നില നിനക്കറിയാമല്ലോ. 5-6 പിള്ളേർക്ക് ട്യൂഷൻ കൊടുത്താണ് ഞാൻ ജീവിക്കുന്നതും എന്റെ മോളെ പഠിപ്പിക്കുന്നതും. എനിക്ക് പണമൊന്നും വേണ്ട. പിന്നെ ഞാനിവിടെ ഇവിടെ താമസിച്ചോളാം. എന്തിന്? സാറിന് ഒരു കൂട്ടായിട്ട്. അല്ല, ഈ പെണ്ണനി ഇവിടുന്ന് പോയില്ലേ? ഇല്ല, എന്റെ സൂക്കേട് ഭേദമായിട്ട് പോകാമെന്ന് കരുതി. എന്നാലും ഊരും പേരും അറിയാത്ത ഈ പെണ്ണിനെ ഇവിടെ ഇങ്ങനെ താമസിപ്പിച്ച ആളുകൾ ഒന്നും രണ്ടും പറയില്ലേ? എന്തോ പറയാനാ? പണ്ടേ തന്നെ സാറിന്റെ ഭാര്യ ഓടിപ്പോയതാ. ഇപ്പോൾ ഒരു പെണ്ണിനെ രഹസ്യമായി വെച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ജനസംസാരം. ഇത്രയേ ഉള്ളോ? അത് ഞങ്ങൾ സഹിച്ചോളാം. നിങ്ങൾ മാത്രം അങ്ങനെ സഹിച്ചാ പോരല്ലോ. എന്റെ വീട്ടിലിരുന്നോണ്ടേ ഈ വേണ്ടാതീരം കാണിച്ചാണ്ടല്ലോ, അതെനിക്കും മാനക്കേടാ. അങ്ങനൊന്നും നടന്നിട്ടില്ല, നടക്കുകയുമില്ല. പിന്നെ കമലാക്ഷി, നിങ്ങൾ വാടകയ്ക്കാണ് വന്നതെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഞാനങ്ങ് തന്നേക്കാം. അയ്യോ, ഞാൻ പോയേക്കാം. നിങ്ങളുടെ പാട് നിങ്ങൾക്ക്. കേട്ടില്ലേ? നീ എനിക്ക് ചെയ്ത സഹായത്തിന് കിട്ടിയ പ്രതിഫലം. ഇനി ഇവിടെ നിന്നാൽ നാളെ നിന്റെ ജീവിതം പാഴായി പോകും. ഏതായാലും ചീത്തപ്പേര് കേട്ടു. ഇനി ഞാനിവിടെ ഒന്നും പോകുന്നില്ല. എന്താ നീ പറയുന്നതിന്റെ അർത്ഥം? ഞാൻ ഒരിക്കലും അങ്ങേക്കൊരു ഭാരമാവുകയില്ല. മഠൈ, നീ ആരെയെങ്കിലും ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കേണ്ടവളല്ലേ? വേണ്ട, അങ്ങനെ വിവാഹം കഴിച്ചാൽ അതെനിക്ക് സന്തോഷമാണ്. നിനക്ക് ഭ്രാന്തുണ്ടോ? അതോ നീ നേരം പോക്ക് പറയുന്നു? സത്യമായി ഞാൻ പറയുകയാണ്, അങ്ങനെ ഉപേക്ഷിക്കരുത്. ഒരിക്കലും ഞാൻ അങ്ങേ ബുദ്ധിമുട്ടിക്കില്ല. ഒരു വേലക്കാരിയായി ഞാനിവിടെ കഴിഞ്ഞോളാം. എനിക്ക് വേറെ ആരുമില്ല. എന്നെ പറഞ്ഞയക്കരുത്. ശോഭേ, നമുക്ക് അഭിമാനമൊന്നുണ്ട്, അത് മാത്രം നീ മറക്കരുത്. നീ ചെയ്ത സഹായങ്ങൾക്കൊക്കെ നന്ദി. പോകൂ, പൊയ്ക്കൊള്ളൂ. ശരി, പോകാം. ഈ മാനക്കേടുമായി ഞാൻ ജീവിക്കുമെന്ന് സാറ് വിചാരിക്കണ്ട. അങ്ങനെ എന്റെ ജീവിതം അവസാനിച്ചു എന്ന് കേട്ടാൽ സാർ ഒരിക്കലും സങ്കടപ്പെടരുത്. നാട്ടുകാരും വീട്ടുകാരും അറിയാതെ ഒരുത്തന്നോട് പൊറുക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നടി? അങ്ങനെ പെട്ടെന്നൊരാഗ്രഹം തോന്നി. നിന്റെ അമ്മയച്ഛനും ജീവനോടല്ലേ ഇരിക്കുന്നത്? ഞങ്ങൾ വിചാരിച്ചാൽ നിനക്ക് അന്തസ്സായ ഒരു വിവാഹം നടത്താൻ സാധിക്കില്ലേ? വിവാഹവും മരണവും വിധിയാണമ്മേ. അഹങ്കാരം കാണിച്ചിട്ട് വിധിയാണെന്ന് പറഞ്ഞാൽ മതിയോ? നിന്റെ അച്ഛന്റെ അഭിമാനമെങ്കിലും ഒന്ന് ഓർമ്മിച്ച് നോക്കിയോ? എനിക്ക് നല്ലതെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. അതിന് ഷഷ്ടിപൂർത്തി കഴിഞ്ഞ് കിഴവനെ കിട്ടിയോളൂ നിനക്ക്? വയസ്സനോ ചെറുപ്പക്കാരനോ, അദ്ദേഹം ഇപ്പോഴെന്റെ ഭർത്താവാണ്. അതമ്മ മറക്കരുത്. ഭർത്താവ് ഒരു നേരത്തെ ആഹാരം തരാൻ, നിനക്കൊരു നല്ല സാരി വാങ്ങിച്ചു തരാൻ ആ പെൻഷൻ വാദ്യർക്ക് ഗതിയുണ്ടോടി? ഉള്ളതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം. ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരികയില്ല. അയാൾ വാദ്യാരല്ലടി, മന്ത്രവാദിയോ? നിന്നെ കൂടോത്രം ചെയ്ത് വശീകരിച്ചത് വേറെന്തോ കാര്യത്തിന് വേണ്ടിയാ. എന്റെ ചേച്ചിയുടെ ഭർത്താവാണോ? അതെ, ഇരിക്കൂ. അതായത് അളിയൻ. ആ,
അപ്പൂപ്പൻ, അളിയൻ അപ്പൂപ്പൻ. ഛേ, ശരി, നടന്നു. അതെല്ലാം ഞങ്ങളും മറക്കാം. അയാൾ വല്ല സാരിയോ മാലയോ വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ അത് അയാൾ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് ഞങ്ങളുടെ കൂടെ വാ. ആരെങ്കിലും അമ്മയോട് ഇങ്ങനെ പറഞ്ഞാൽ അമ്മയുടെ മറുപടി എന്തായിരിക്കും? നിന്റെ നിന്നെ കൊന്നുകളെ. ഇവിടെ ഈ അഹങ്കാരം കേട്ടിട്ടും നിങ്ങൾ ഒരു അക്ഷരം പറയുന്നില്ലല്ലോ. അച്ഛൻ വക്കീലാണ്. പ്രായപൂർത്തിയായ ഒരു പെണ്ണിന് അവൾക്ക് ഇഷ്ടമുള്ളൊരു വിവാഹം കഴിക്കാം. ആമേ കറക്റ്റ് ഡാഡി? കറക്റ്റ് ബേബി, യു ആർ ഓൾവേസ് കറക്റ്റ്. മക്കളെ വളർത്താനുള്ള ചുമതലയെ അച്ഛനമ്മമാർക്കുള്ളൂ. അവരുടെ കാര്യങ്ങൾ ഇടപെടാൻ അവർക്ക് അവകാശമില്ല. ഡാഡി, ഊണ് കഴിക്കാം. കുറച്ച് വിഷം നടി കഴിക്കാം. ഇങ്ങ് അകത്തോട്ട് കയറിയിരുന്ന് സംസാരിക്കാമല്ലോ. ഇത്രയും പ്രായമുള്ള തനിക്ക് നാണമില്ലായിരുന്നോടോ? കിളി പോലെയുള്ള എന്റെ മോളെ മയക്കിയെടുക്കാൻ. മീനാക്ഷി, വാ. വാടാ. ശോഭേ, എന്താണ് നിന്റെ അർത്ഥം? എത്ര നാളത്തേക്കാണ് ഈ നാടകം? ജീവിതം അവസാനിക്കുന്നത് വരെ. പോസ്റ്റ്. ശോഭയാരാ? ഞാൻ തന്നെ. നിങ്ങൾക്കൊരു രജിസ്റ്റർ ഉണ്ട്. എന്താ അത്? ഒരു സന്തോഷ വാർത്ത. നമ്മൾ വലിയ പണക്കാരായി. അതെങ്ങനെ, ലോട്ടറി അടിച്ചോ? അല്ല, എന്റെ ഒരു കൂട്ടുകാരി മരിക്കുന്നതിന് മുൻപ് അവരുടെ സ്വത്തല്ല എന്റെ പേരിൽ എഴുതി വെച്ചു. അവർക്ക് സ്വന്തക്കാരുമില്ലേ? ഉണ്ടായിരുന്നവരെല്ലാം ചേർന്ന് ആ സ്ത്രീയെ വീട് വിട്ട് വിരട്ടി ഓടിച്ചു. പാവം. ആ ചേച്ചിയെ അവസാന കാലത്ത് ഞാനാണ് ശുശ്രൂഷിച്ചത്. അതിന്റെ നന്ദിയാണ് ഈ സ്വത്തുക്കൾ. അപ്പൊ ഈ പ്രമാണം ആരയച്ചതാ? അവരുടെ വക്കീൽ. ആ സ്വത്തുക്കളും ബംഗ്ലാവും എല്ലാം ഇനി നമുക്കാണ്. നമുക്ക് അവിടെ പോയി താമസിച്ചാൽ എന്താ? ശരി. വീട് എങ്ങനെയിരിക്കുന്നു? ഗംഭീരമായിരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോ അലാവുദ്ദീനും അത്ഭുത വിളക്കിന്റെയും കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ മുകളിൽ സൈഡിലുള്ള ബെഡ്റൂമാണ് ഗീതയ്ക്ക്. എന്റെ മകൾ ഗീതയ്ക്കോ? നമ്മുടെ മോൾക്ക്. അവൾ കഷ്ടപ്പെട്ട് അവിടെ പഠിക്കുകയല്ലേ. ഇനി ഇങ്ങോട്ട് വരട്ടെ. ഈ സ്വത്തുക്കളെല്ലാം അനുഭവിക്കേണ്ടത് ഇനി അവളല്ലേ? ശോഭേ, നിന്നെപ്പോലെ നല്ല മനസ്സുള്ള ഒരു സ്ത്രീയെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. അപ്പോ ഗീതയ്ക്ക് ലെറ്റർ എഴുതി ഉടനെ ഇങ്ങ് വരാൻ പറയണം. ശരി. മീനാക്ഷി, ദേ, വിവരം അറിഞ്ഞോ? നമ്മുടെ മോളിപ്പോ ലക്ഷപ്രഭുവായി. ആ ശിവക്ഷേത്രത്തിനടുത്തുള്ള വലിയ ബംഗ്ലാവ് താമസമാക്കി. നന്നായിരിക്കട്ടെ. നമുക്കൊന്ന് പോയി കാണണ്ടേ? പോണോ? പിന്നെ കല്യാണം കഴിഞ്ഞ് മോളെ പോയെന്ന് കണ്ടില്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും? എനിക്കറിയാം എന്റെ അച്ഛനും അമ്മയും വരുമെന്ന്. രക്തബന്ധം മറക്കാൻ ഒക്കുവോ മോളെ? സാറിന് എന്താ കാണാത്തത്? അമ്മ വന്നെന്നറിഞ്ഞ് പേടിച്ച് ഒളിച്ചിരിക്കുക. പോടാ, സാറ് വിവരമുള്ളവനാ. ഇത്രയും സ്വത്തൊക്കെ ഉണ്ടായിട്ടും ഒരു നല്ല മാല പോലും നിന്റെ കഴുത്തിലില്ലല്ലോ മോളെ. മാലയും ആഡംബരവും ഒക്കെ എത്ര നാൾ നിൽക്കുമേ? മനസ്സ് നന്നായിരുന്നാൽ പോരെ? അതൊന്നും പോരാ. വേണ്ടതൊക്കെ ഇപ്പൊ മേടിച്ചോണം. മനുഷ്യരല്ലേ, എപ്പോഴെന്താ നടക്കാന്ന് പറയാൻ ഒക്കുവോ മോളെ? ആ, ഞാൻ ഈ വീടൊക്കെ ഒന്ന് നോക്കി കാണട്ടെ. മാമോനെ.
ശോഭേ, പണത്തിന് വേണ്ടി നീ വിവാഹം ചെയ്തുവെന്ന് ഞാൻ വിശ്വസിക്കില്ല. ഈ ഒരു സത്യമെങ്കിലും അറിയാനുള്ള അവകാശം അച്ഛനെ വിട്ടേരില്ലേ? എന്റെ ഇഷ്ടത്തിൽ കവിഞ്ഞ് വേറെ കാരണമൊന്നുമില്ല. ഒരു മകളെന്ന നിലയിൽ നിനക്ക് എല്ലാം തുറന്നു പറയാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷേ ഇത്രയും നാൾ ഒരുമിച്ച് കഴിഞ്ഞ ഒരു സ്നേഹിതനെ പോലെ ഞാൻ ചോദിക്കുകയാണ്, ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് സമാധാനം പറയേണ്ടി വരില്ലേ? ഞാൻ ഇത്രയൊക്കെ ചോദിച്ചിട്ടും നീ ഒന്നും പറയുന്നില്ലല്ലോ മോളെ. അച്ഛൻ ഊണിരിക്കാൻ വരണം. ആ, ഞാൻ ഇപ്പോ പോയില്ലെങ്കിൽ സ്കോട്ടിൽ സമയത്തിന് എത്താൻ പറ്റില്ല. മീനാക്ഷി, കൊള്ളാം. മരുമോന്റെ വീട്ടിൽ വന്നിട്ട് കൈ നനയ്ക്കാതെ പോയാൽ കുറുപ്പ് സാർ എന്ത് വിചാരിക്കും? പണക്കാരായപ്പോ ഉണ്ണാൻ നിന്നില്ല എന്ന് പറയും. That's all. മോളെ, അവധി കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ വരാം. സാറിനെ പ്രത്യേകം ഗവനിച്ചോണേ. എന്താണ് അവർ ആഹാരം കഴിക്കാതെ പോയത്? അതിന് അച്ഛൻ മറുപടി പറഞ്ഞല്ലോ. ഈ സമയത്ത് അച്ഛൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന നാടകമില്ലേ മോളെ, ദീപനാളം, അതിന്റെ അവസാനം അടുത്തു. ഇവിടെ അച്ഛൻ നാടകം എഴുതുന്നു, അവിടെ നാടകം അരങ്ങേറുന്നു. വീട്ടിനകത്ത് നാടകം? അതെ. അച്ഛന്റെ ഉർവശി ഭാര്യയെ കാണാൻ കാലത്തൊരാൾ വൈകിട്ടൊരാൾ വരുന്നു, കഥവടയ്ക്കുന്നു. മാനം മര്യാദയായിട്ട് ഇവിടെ ആർക്കും ജീവിക്കണ്ടേ? നിനക്ക് പരീക്ഷ എടുത്തില്ലേ കുഞ്ഞെ? പോയിരുന്ന് പഠിക്കുക. ആ, അപ്പോ ഞാൻ പറഞ്ഞേ മറക്കണ്ട. അടുത്ത ആഴ്ച തീർച്ചയായും വരണം, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. വേണ്ട, ഞാൻ അങ്ങോട്ട് വരുന്നതാണ് കൂടുതൽ സൗകര്യം. ആ, ഓക്കെ. സോമ, നമുക്ക് വീട് തെറ്റിപ്പോയോടാ. നമ്മുടെ ദാമോദർ ഇത്രയും വലിയ ബംഗ്ലാവോ? അമ്മാവൻ. അയ്യോ എന്റെ ദാമോദര, എന്റെ പൊന്നനിയാ, നിന്നെ കണ്ടിട്ട് എത്ര നാളായടാ. അയ്യോ അമ്മയ്ക്ക് മതിലിയാടിയല്ലേ പരിചയമുള്ളൂ, നേർവഴിക്ക് പോയി പരിചയമില്ലല്ലോ അമ്മാവ. വഴി ശരിക്ക് കാണിച്ചു തരണ്ടടാ. കാല് കാലൊടിഞ്ഞോ അമ്മേ? എന്റെ അമ്മറ കാല്. അമ്മ ചൂടാവല്ലേ. അയ്യോ അകത്തോട്ട് പോയട്ടെ, പോയാ അമ്മേ. അങ്ങോട്ട് ഇരുന്നാട്ടെ ചേച്ചി, ഇരുന്നാട്ടെ. നിന്നെ കണ്ടിട്ട് എത്ര നാളായടാ എന്റെ ദാമു. നീ അങ്ങ് ചടച്ചു പോയല്ലോടാ, അല്ലടാ സോമ? അമ്മാവനെ ഇത്രയും ക്ഷീണിച്ച് കാണുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. നിന്നെ കാണാഞ്ഞിട്ട് ഞാൻ അനുഭവിച്ചൊരു മനോവേദന ഉണ്ടല്ലോ. എനിക്കും അറിയാം, എന്റെ സോമനും അറിയാം. അമ്മാവ ഇതൊക്കെ പച്ചക്കള്ളമാണ്. അമ്മാവൻ പണക്കാരനായെന്ന് അറിഞ്ഞ ഉടനെ ഞങ്ങളിങ്ങ് വന്നു. അല്ല, അതിലെന്താ ഒരു തെറ്റ്? അതിലൊരു തെറ്റില്ല. എന്റെ ആങ്ങളുടെ വീട്ടിൽ ഞാൻ താമസിക്കാൻ വന്നിരിക്കുന്നു. എടാ ദാമു, ഗീത എവിടെ? അകത്തുണ്ട്. മോളെ ഗീതേ. അയ്യോ മോളെ ഗീതേ. അപ്പച്ചി എപ്പോ വന്നു? ഇപ്പൊ വന്നേയുള്ളൂ എന്റെ കുഞ്ഞെ. ദേ ഇത് ആരാന്ന് നോക്കിക്കേ. അയ്യോ സോമൻ ചേട്ടൻ, നെത്തോലി പോലെ ഇരുന്ന ചേട്ടൻ ഇപ്പോ കുട്ടിയാലെ പോലെ ആയല്ലോ. മോളെ, ചേട്ടനെ വിളിച്ചോണ്ട് ബംഗ്ലാവിലേക്ക് ഒന്ന് കാണിച്ചു കൊടുക്ക. വന്നിട്ട് ചേട്ടാ. ആ, ഇനിയിപ്പോ അവർ രണ്ടുപേരും അല്ലോടാ ഇവിടെ താമസിക്കാൻ പോകുന്നത്. അതെല്ലാം അനുഭവിക്കാൻ പോകുന്നവരുടെ ഭാഗ്യം. സംശയമുണ്ടോ? സോമനിപ്പോ ശുക്രദശയാടാ. ചേച്ചിക്ക് 7-2 ശനിയല്ലേ? ഒന്ന് പോടാ, അവന്റെ കളിതമാശ ഇനി മാറിയിട്ടില്ല. എന്താ ഇത്തിരി നേരം നോക്കി നിൽക്കുന്നേ? Please don't disturb me. How sweet you are. എന്റെ മധുരഭാവനകൾക്ക് ഭംഗം വരുത്തരുത്. ആരെ പറ്റിയാ? എന്റെ മുമ്പിലിരിക്കുന്ന ഈ ലഹരി കാളിദാസന്റെ ശകുന്തള. ഒന്നും നിർത്തണേ. ലഹരിക്ക് ഞാനെന്താ കള്ളോ കഞ്ചാവും മറ്റാണോ? അതെ, ഫോറിൻ വിസ്കി.
ഐ മീൻ റോയൽ സല്യൂട്ട്. ഇക്കണക്കിന് ചേട്ടൻ എന്നെ ഒരു കുപ്പിക്കകത്താക്കി. സോഡയും വെള്ളവും ഇല്ലാതെ ഒറ്റയടിക്കടിക്കും. ഇത് ലൈഫ് ഈസ് ടു എൻജോയ്. മോഹിക്കുക, സ്നേഹിക്കുക, ആനന്ദിക്കുക. ഇതാണ് എന്റെ തീരം. അപ്പൊ വിവാഹം, കുടുംബം, ബന്ധം ഇതൊന്നും വേണ്ടേ? അതൊക്കെ പരമം ബോറാണ്. അപ്പൊ എന്നോട് അങ്ങനത്തെ സ്നേഹമാണല്ലേ? അത് വേറെ. ഇത് ഇത്രയും കവർച്ചയായ ഒരു രൂപം ഞാൻ കാണുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. എന്നാ പിന്നെ ഞാൻ വരട്ടെ. എനിക്ക് പേടിയാവുന്നു. ഒന്നും പേടിക്കണ്ട. 1 മണിക്കൂർ കൊണ്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ആവും. വീട്ടിലറിഞ്ഞ എന്നെ കൊല്ലും. അതിന് വീട്ടിൽ അറിഞ്ഞിട്ട് വേണ്ടേ? ഡോൺ വറി. ഇത് 500 രൂപ. എത്രയോ യുവതികളുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷെ അബോർഷൻ എന്ന് പറഞ്ഞ് ഒരാളെ ഞാൻ തന്നെ ആശുപത്രി കൂട്ടിക്കൊണ്ട് വരുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. ഓക്കെ, ബൈ. ഓ സോറി സിസ്റ്റർ. ഹൗ സ്വീറ്റ് യു ആർ. താങ്ക് യു. ഞാൻ എത്രയോ പ്രാവശ്യം ഈ ആശുപത്രി വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും സുന്ദരിയായ ഒരു സിസ്റ്റർ ഇവിടെ കാണുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. വീണ്ടും കാണാം. വരട്ടെ. എന്താ ഇത്ര വലിയ ആലോചന? ഏത് സാമ്രാജ്യം പിടിക്കാനാ? എന്റെ ചേച്ചി വന്നിട്ടുണ്ടല്ലോ. ആ പിന്നെ അവര് പോകുന്നതിന് മുൻപ് അവർക്ക് എന്തെങ്കിലും മുണ്ടോ ജാക്കറ്റോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ? അത്ര വേഗമൊന്നും ചേച്ചി പോകുമെന്ന് നീ കരുതണ്ട. ചേച്ചേ, അവര് അഭിമാനമുള്ളവരാ. അനിയൻ പണക്കാരനായത് അറിഞ്ഞുകൊണ്ട് ഇവിടെ താമസിക്കാൻ വന്നാണെന്ന ചീത്തപ്പേര് അവര് കേൾപ്പിക്കില്ല. ഊണ് കഴിക്കാൻ നേരത്ത് എന്തിനാ കാപ്പി കുടിക്കുന്നത്? അയ്യോ, എന്റെ മുഖം പൊള്ളിപ്പോയി. അയ്യോ, ചേച്ചി, എന്റെ ദൈവമേ. അയ്യോ 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 എന്റെ ദൈവമേ. അയ്യോ എടാ, ആ ദ്രോഹി ശോഭ എന്റെ മുഖത്ത് തിളച്ച കാപ്പി പോരി വെച്ചാ എന്റെ മുഖം പൊള്ളിപ്പോടാ. അയ്യോ, എന്റെ കണ്ണ്. ഞാനെങ്ങനെ അറിയും ചേച്ചി ഇവിടെ ഒളിച്ചു നിൽക്കുന്നത്? ചേച്ചി ഇവിടെ ഒളിച്ചു നിന്നതല്ല, നമ്മുടെ വർത്തമാനം കേട്ടുകൊണ്ട് അവിടെ എങ്ങനെ നിന്നുപോയി. ആ പിന്നെ ഞാൻ നിങ്ങളുടെ കിന്നാരം കേൾക്കാൻ വന്നല്ല. ഈ ജനലിന്റെ കമ്പി എത്ര നിന്ന് നോക്കുമായിരുന്നു. ചേച്ചിക്ക് ഈ വീട്ടിലില്ലാത്ത അധികാരമാണോ? നിങ്ങൾ താലോലിച്ച് വളർത്തിയതല്ലേ എന്റെ ഭർത്താവിനെ. ധൈര്യമായിട്ട് എന്ത് ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് കേൾക്കാനുള്ള സ്വാതന്ത്ര്യം ചേച്ചിക്കുണ്ടല്ലോ. ഉണ്ടല്ലോ. എന്റെ അമ്മ ഇതുപോലെ പലയിടത്തും പതുങ്ങിയെന്ന് പല രഹസ്യങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ തിളപ്പിച്ച കാപ്പി മുഖത്ത് വീഴുന്നത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം. പോകുന്നുണ്ടോ? മുഖം നീ ചേച്ചി വിളിച്ചുകൊണ്ട് മരുന്നിട്ട് കൊടുത്തേ. വേണ്ട വേണ്ട, നീ എന്റെ മുഖത്ത് മരുന്നിട്ട് നാളെ എന്റെ മുഖം തന്നെ കാണുകയല്ല. ഞാൻ പറഞ്ഞു തരാമേ. ബാമേ, അമ്മ ധൈര്യമായിട്ട് വാ. ഓ, ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടാമേ. ഇത്രയും പൈസ ഒക്കെ ആയില്ല.